ഞാൻ നഹ്മ ബഷീർ, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ്, ക്രാഫ്റ്റ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ളൊരു ടേം ആണല്ലേ മൂഡ് സ്വിങ്സ് എന്ന് വെച്ചാൽ. എന്താണ് മൂഡ് സ്വിങ്സ്? എന്തുകൊണ്ടാണ് മൂഡ് സ്വിങ്സ് ഉണ്ടാവുന്നത്? മൂഡ് സ്വിങ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ അബ്രപ്റ്റ് ആയിട്ടുള്ള മൂഡ്സിലുള്ള ചേഞ്ചിനെയാണ് നമ്മൾ മൂഡ് സ്വിങ്സ് എന്ന് പറയുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്നുള്ള നമ്മുടെ ഇമോഷണൽ സ്റ്റേറ്റിനുള്ള ആ ഒരു മാറ്റത്തെയാണ് നമ്മൾ മൂഡ് സ്വിങ്സ് എന്ന് പറയുന്നത്. നമുക്കറിയണ്ടാവും, ചില ദിവസങ്ങൾ നമ്മൾ വളരെ ഒരു ഓവറായിട്ടുള്ള ഹാപ്പിനെസ് കാണിക്കുക, അതുപോലെ വളരെ പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, വളരെ എനർജറ്റിക് ആയിട്ട് കണ്ടുവരാറുണ്ട്. അതുപോലെ തന്നെ ചില ദിവസങ്ങൾ അതിൻ്റെ ഒരു ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ ചില ദിവസങ്ങൾ നമ്മൾ വളരെ ഡള്ളായിട്ട് പോവുക, നമുക്ക് വെറുതെ സങ്കടം വരിക, അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് റിയാക്ട് ചെയ്യുക, ദേഷ്യത്തോട് കൂടിയിട്ട് പല സിറ്റുവേഷനിൽ നമ്മൾ റിയാക്ട് ചെയ്യുന്നതായിട്ടും കണ്ടുവരാറുണ്ട്. ഇതൊരു നോർമൽ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണോ? പലപ്പോഴും ഒരു സെൻസിറ്റീവ് ആയ ഒരു പേഴ്സൺ എന്നുള്ള നിലയ്ക്ക് ഇത് നോർമൽ ആയിട്ടുള്ളൊരു കണ്ടീഷൻ ആവാം. അതായത് ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള പേഴ്സൺ അവരുടെ ലൈഫിലുള്ള പല സിറ്റുവേഷൻസിനെയും അവർ മുഴുവനായിട്ട് അതിലുള്ള എല്ലാ ഇമോഷനും അവർ മുഴുവനായിട്ട് വളരെ സ്ട്രോങ് ആയിട്ടാണ് അതിനെ അപ്രോച്ച് ചെയ്യാറുള്ളത്. മൂഡ് സ്വിങ്സ് വരാനുള്ള മറ്റ് പല സിറ്റുവേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഉറക്കം കുറയുമ്പോൾ നമുക്ക് മൂഡ് സ്വിങ്സ് ഉണ്ടാവാറുണ്ട്. മറ്റൊരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഇന്റേണൽ ആയിട്ട് എന്തെങ്കിലും തരത്തിലുള്ള മെന്റൽ സ്ട്രെസ് നമുക്ക് നേരിടേണ്ടി വരുമ്പോൾ, ഇന്റേണലായിട്ട് നമുക്ക് വളരെ സ്ട്രെയിൻ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ നമുക്ക് നേരിടേണ്ടി വരുമ്പോൾ നമ്മുടെ പുറമേക്ക് നമ്മൾ കാണിക്കുന്ന ഒരു റിയാക്ഷൻ ആയിട്ടും മൂഡ് സ്വിങ്സ് കണ്ടുവരാറുണ്ട്. വേറൊരു കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചില ആളുകളുടെ അവർക്ക് ഓവർ ആങ്സൈറ്റി ഉണ്ടാവാറുണ്ട്. അതായത് ചില സിറ്റുവേഷനിൽ അവർ പ്രത്യേകിച്ച് റീസൺ ഒന്നും ഇല്ലാണ്ട് തന്നെ അവർക്ക് വളരെ ടെൻഷൻ അനുഭവപ്പെടുക. അത് മെയിനായിട്ട് GAD, ജനറലൈസ്ഡ് ആങ്സൈറ്റി ഡിസോർഡർ ഉള്ളവരിൽ അവർക്ക് അവരുടെ ഉറക്കത്തെ വരെ നഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള ആങ്സൈറ്റി ഉള്ളവർക്കും ഈ പറയുന്ന മൂഡ് സ്വിങ്സ് അനുഭവപ്പെടാറുണ്ട്. മറ്റൊരു കണ്ടീഷൻ എന്ന് പറയുന്നത് BPD, അതായത് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആളുകളുടെ ചെറിയ എന്തെങ്കിലും സിറ്റുവേഷൻസ് എന്ന് പറയാൻ പറ്റില്ല, പലപ്പോഴും അവർക്ക് എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള എന്തെങ്കിലും ഒരു ലൈഫിൽ എന്തെങ്കിലും ചെറിയ ഇഷ്യൂസ് വരുമ്പോൾ അതിനെ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാരണം, അല്ലെങ്കിൽ അതിനോട് അഡാപ്റ്റ് ചെയ്ത് പോകാനുള്ള അവരുടെ ആ ഒരു ബുദ്ധിമുട്ട് കാരണം അവർ ഇമോഷണലി അതിന് റിയാക്ട് ചെയ്യുക, അത് മേ ബി വളരെ ഡിപ്രസ്ഡ് ആയിട്ട് പോവുക, അതല്ലാതെ വളരെ യൂഫോറിക് സ്റ്റേജിലേക്ക്, അതല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ദേഷ്യം അവരത് ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്ത് കാണിക്കുക. അതായത് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആളുകളുടെയും ഈ രീതിയിലൊക്കെയാണ് മൂഡ് സ്വിങ്സ് കണ്ടുവരാറുള്ളത്. മറ്റൊരു കണ്ടീഷൻ എന്ന് പറയുന്നത് ADHD ഉള്ള ആളുകളുടെ, മിക്കപ്പോഴും നമ്മൾ അഡൾട്ട്സിലുള്ള ADHD ആളുകൾക്ക് അവർക്ക് പലപ്പോഴും മറ്റുള്ളവരെ വെയിറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോഴോ, അല്ലെങ്കിൽ ഒരു ക്യൂ നിൽക്കേണ്ട ഒരു അവസ്ഥ വരുമ്പോഴോ, അങ്ങനെ ലേറ്റ് കമ്മിങ് ആയിട്ടുള്ള മറ്റ് പല സിറ്റുവേഷൻസിനെ അപ്രോച്ച് ചെയ്യുന്നതായിട്ട് ഒരു കണ്ടീഷൻ വരുമ്പോൾ അതിലവർക്ക് പലപ്പോഴും അവർക്ക് മൂഡ് സ്വിങ്സ് കണ്ടുവരണം. മെയിനായിട്ട് ഈ മൂഡ് സ്വിങ്സ് എന്ന് പറയുന്നത് അവർക്ക് ദേഷ്യമാണ് അവർ മുന്നിലേക്ക് കാണിക്കാറുള്ളത്. പിന്നെ പലപ്പോഴും നമ്മൾ ഫീമെയിൽസിലാണ് കൂടുതലായിട്ട് മൂഡ് സ്വിങ്സ് കണ്ടുവരാറുള്ളത്. മെയിനായിട്ട് അവരുടെ പീരിയഡ്സുമായി ബന്ധപ്പെട്ടുള്ള സമയങ്ങൾ, അതായത് PMS എന്ന് പറയുന്ന പീരിയഡ്സ്, ആ ഒരു ടൈം പീരിയഡിൽ, അതുപോലെ തന്നെ അവരുടെ പ്രഗ്നൻസിയിലുള്ള മിക്കപ്പോഴും ഫസ്റ്റ് ട്രൈമസ്റ്റർ, സെക്കൻഡ് ട്രൈമസ്റ്റേഴ്സിലൊക്കെയാണ് മെയിനായിട്ട് അവർക്ക് ഈ പറയുന്ന മൂഡ് സ്വിങ്സ് കണ്ടുവരാറുള്ളത്. അതിനുശേഷം, അതായത് ആ പ്രഗ്നൻസിക്ക് ശേഷം ഉണ്ടാവുന്ന ചില സമയത്തുണ്ടാവുന്ന അവരുടെ ഹോർമോണൽ ചേഞ്ചസ് കാരണം പലപ്പോഴും ഉണ്ടാവുന്ന പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു കണ്ടീഷന്റെ സമയത്തും ഈ പറയുന്ന മൂഡ് സ്വിങ്സ് കണ്ടുവരാറുണ്ട്. പലപ്പോഴും പുരുഷന്മാരിലും നമ്മൾ ഈ പറയുന്ന മൂഡ് സ്വിങ്സ് കണ്ടുവരാറുണ്ട്. മെയിനായിട്ട് 30 വയസ്സിന് മുകളിലായിട്ടാണ് അവർക്ക് എപ്പോഴും മൂഡ് സ്വിങ്സ് കണ്ടുവരാറുള്ളത്. ഏകദേശം ഒരു 60 വയസ്സിന് ശേഷം അവരുടെ ടെസ്റ്റോസ്റ്ററോണിന്റെ അളവിൽ കുറവ് വരുന്നതിന്റെ ഭാഗമായിട്ട് പലപ്പോഴും അവർക്ക് ഈ പറയുന്ന മൂഡ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട്. അത് കാരണം അവർക്ക് അവരുടെ സ്ലീപ്പിനെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിലും, അതുപോലെ തന്നെ അവരുടെ സെക്ഷൽ ലൈഫിൽ അഫക്റ്റ് ചെയ്യുന്ന രീതിയിലൊക്കെ കണ്ടുവരാറുണ്ട്. എനിവേ, hope this video will help you. Thank you.